BJP സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രഞ്ജിത്ത്, സംസ്ഥാന വ്യാപകമായ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പിന്തുണയൊക്കെ ഇതിന് ലഭിക്കുന്നുമുണ്ട്. എന്താണ് BJPയുടെ ഈ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള ആദ്യ പ്രതികരണം? ഇതില് ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്കറിയാം, കോടതിയാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. സൂറത്ത് കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ച് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പാർലമെന്റ് സെക്രട്ടേറിയറ്റാണ് ഈ പറയുന്ന 2 വർഷം ശിക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഇതൊക്കെ അയോഗ്യരായിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളാണല്ലോ. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ കോൺഗ്രസ് ഇപ്പൊ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാവണ്ടേ? അതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും കൊണ്ടൊന്നും ഇതിൽ നിന്നും വ്യതിചലിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരുപാട്, നമുക്കറിയാലോ, അലഹബാദ് കോടതിയുടെ വിധി വന്നതിന് ശേഷം ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യ മറികടക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഭാഗ്യത്തിന് കോൺഗ്രസ് അധികാര സ്ഥാനത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അതുണ്ടായില്ലല്ലോ. ഏതായാലും ജനാധിപത്യമായ രീതിയിൽ തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്കും ആ ജനാധിപത്യ രാജ്യത്ത് പലപ്പോഴും രാഹുൽ ഗാന്ധിയും പാർലമെന്റിലടക്കം രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിക്കടക്കം കഴിഞ്ഞിട്ടില്ല. അല്ല, ഈ ഒരു കാര്യത്തില് ഈ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ വിധിയിൽ അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന് അകത്തും പുറത്തും നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയെ തന്നെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദി സമുദായം എന്ന് പറയുന്ന മോദി സമുദായത്തെയാണല്ലോ പറയുന്നത്. മോദി സമുദായത്തെ, ഒരു പിന്നോക്ക വിഭാഗത്തെ മുഴുവനും അടിച്ചാക്ഷേപിക്കാനാണ് നരേന്ദ്രമോദി ഈ പറയുന്ന രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യപ്പെടുന്നിടത്താണല്ലോ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. അല്ല, മോദി സമുദായത്തെ മാത്രമല്ല, മോദി സമുദായത്തെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ഈ രാജ്യം വിട്ട് രാജ്യത്തിന്റെ പണം വിവിധ ബാങ്കുകളിൽ നിന്ന് കൊള്ളയടിച്ച് രാജ്യത്തിന്റെ പണം കൊള്ളയടിച്ച് പോയ, രാജ്യത്ത് നിന്ന് വിട്ടുപോയ മോദി മാർക്കെതിരെയല്ലേ അദ്ദേഹം പരാമർശം നടത്തിയത്. മോദി സമുദായത്തെ അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയിട്ടില്ലല്ലോ. സമുദായത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ അദ്ദേഹം അധിക്ഷേപിക്കുന്നത്. ഒരു സമുദായത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അധിക്ഷേപിക്കുന്നത്. ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കറിയാമല്ലോ, RSS ആണ് ഗാന്ധിപഥത്തിന് പുറകിൽ RSS ആണെന്ന് പറഞ്ഞ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ? ചൗക്കിദാർ ചോർക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് പരസ്യമായി നരേന്ദ്രമോദി കള്ളനാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം നടത്തിയ സമയത്ത് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ? അല്ലെ, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയും മറ്റ് BJP നേതാക്കളും ഒക്കെ ഒരുപാട് തവണ അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പക്ഷേ അതിനെ നിയമപരമായി നേരിട്ടില്ല? പക്ഷേ BJPക്ക് ഭയമുള്ളത് കൊണ്ടാണോ, അതായത് BJP സർക്കാരിന് ഈ രാഹുൽ ഗാന്ധിയെ ഭയമുള്ളത് കൊണ്ടാണോ ഈ ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള കാരണം? ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഇമേജ് അത്രത്തോളം വലുതാണ്. കോൺഗ്രസ്, ഞാൻ പറയുന്നതല്ല, ഇത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നതാണ്. അതായത് BJPക്ക് രാഹുൽ ഗാന്ധിയെ ഭയമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതെന്റെ അഭിപ്രായമല്ല. അത് ഏറ്റവും നല്ല തമാശയാണ്. കോൺഗ്രസ്സുകാർ പറയുന്ന ഏറ്റവും വലിയൊരു തമാശയാണ്. BJPക്ക് രാഹുൽ ഗാന്ധിയെ ഭയമാണെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ പറഞ്ഞൊരു തമാശയാണ്. കാരണം BJPയെ സംബന്ധിച്ചോളം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മറ്റെല്ലാ പാർലമെന്റ് മെമ്പർമാരെ പോലെ തന്നെയുള്ള ഒരാളെ എന്ന രീതിയിലാണ് BJP രാഹുൽ ഗാന്ധിയെ കാണുന്നത്. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ ഭയപ്പെടേണ്ട കാര്യം BJPക്ക് ഇല്ല. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടികൾ പാർലമെന്റിൽ കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും എല്ലാം തന്നെ കൊടുക്കാറുണ്ട്. അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഒരു മുഖമായി മാറുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചപ്പടി വിദ്യകളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോടതി വിധിയെ പോലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ഇവിടെ കോൺഗ്രസുകാരെ ശ്രമിക്കുന്നത്. പല കോടതി വിധികളും വന്നിട്ടുണ്ടല്ലോ. ആ കോടതി വിധികൾ കോൺഗ്രസിന് അനുകൂലമാകുമ്പോൾ യഥാർത്ഥ കോടതി വിധിയും കോൺഗ്രസിനെതിരായി വരുന്ന സമയത്ത് ജനാധിപത്യ വിരുദ്ധവും പറഞ്ഞത് അത് ശരിയല്ലല്ലോ. കോടതി വിധികൾ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. കോടതി വിധികളെ കോടതി വിധിയെ പോലെ തന്നെ കോടതിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. അതല്ലാതെ അതിന്റെ പിറകിൽ ഭരണം നടത്തിയ രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്.
കോടതി വിധി വരുന്ന സമയത്ത് കോടതി വിധിയെ ജനാധിപത്യ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ അത് രാഷ്ട്രീയപരമായി നരേന്ദ്രമോദിക്കെതിരെ ഇന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ കച്ചിത്തുറപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു വിഷയം, രാഹുൽ ഗാന്ധി വിഷയം കിട്ടിയിരിക്കുന്നത്. അതാണ് കോൺഗ്രസ് ഈ വിഷയത്തെ ദേശീയ തലത്തിൽ വലിയൊരു പ്രതിഷേധം കൊണ്ടുവന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു എന്താ പറയേണ്ടത്, അങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെ ഭയന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർലമെന്റിൽ പോലും സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിനോട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? കാരണം ഈ രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം നൽകാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? 100ഓളം ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഇപ്പോഴിതാ പാർലമെന്റിൽ നിന്ന് പോലും അദ്ദേഹം പുറത്തു പോകുന്ന സാഹചര്യം, അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന ഒരു സമീപനം ഇത്തരത്തിലേക്ക് കടന്നല്ലോ. അപ്പോൾ ഇതിനെന്താണ് ഒരു വ്യക്തത? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യവും സൂറത്ത് കോടതിയുടെ വിധിയും തമ്മിൽ എന്താണ് ഇത്? അതെന്താ അത് പറഞ്ഞ എന്താണ് അർത്ഥം? എന്താ സൂറത്ത് വിധി എന്ന് പറയുന്നത് 2019 രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് സൂറത്തിൽ നടന്ന വിധി. അത് കൈകാര്യം ചെയ്യാൻ കോൺഗ്രസുകാർക്ക് സൂറത്ത് വിധിയെ കൈകാര്യം ചെയ്യാൻ, അത് കോടതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറയൂ. കോൺഗ്രസ് പരാജയപ്പെട്ടതിനെതിരാണ് ഞങ്ങളുടെ പേരിൽ കയറുന്നത്. സൂറത്ത് കോടതി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യവുമായിട്ട് എന്താണ് ബന്ധം? യാതൊരു ബന്ധവുമില്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ പാർലമെന്റിൽ രീതിയുണ്ട്. എപ്പോഴും രാഹുൽ ഗാന്ധിക്ക് എഴുന്നേറ്റ് ചോദിക്കാൻ നമ്മുടെ ഭരണഘടന പറയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി 551 മെമ്പർമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ഞാൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു കാര്യം ഒന്ന് താങ്കളുടെ ശ്രദ്ധയിലോട്ട് പെടുത്തുകയാണ്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പറഞ്ഞത് രാഹുലിനെ അയോഗ്യനാക്കാൻ BJP എല്ലാ വഴികളും ഉപയോഗിച്ചു, സത്യം പറയുന്നവരെ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ JPCക്കായുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തുടരും, ജനാധിപത്യം സംരക്ഷിക്കാൻ ഞങ്ങൾ ജയിലിൽ പോകുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പാർലമെന്റിന് പുറത്ത് ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കോടതി വിധി വന്ന് 24 മണിക്കൂറിനുള്ളിൽ എടുത്ത നടപടി അതിവേഗത്തിലുള്ളതാണെന്ന് തന്നെ, അതിവേഗത്തിലെടുത്ത നടപടിയാണ്. അതായത് ഈ കോടതി വിധി, സൂറത്ത് കോടതിയുടെ വിധി വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. ഹലോ, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് ജനാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള അവകാശം 1975 ജൂൺ 23 നമുക്കറിയാലോ. ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോൺഗ്രസിനെ അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാരെല്ലാം തന്നെ കൽത്തുറന്ന് നടത്തുന്നു. അങ്ങനെയുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്? അപ്പൊ കോൺഗ്രസ് ചെയ്യുമ്പോഴെല്ലാം തന്നെ അത് ശരിയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിയമപരമായ കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് അത് ജനാധിപത്യ വംശവും പറഞ്ഞില്ല. എന്താ അർത്ഥമാണുള്ളത്? വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു.